മത്സര പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്ന രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, പീരിയോഡിക് ടേബിളിന്റെ പിതാവ് ആരാണ്? അതുപോലെ ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവ് ആരാണ്? പീരിയോഡിക് ടേബിളിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ ദിമിത്രി മെൻഡലീവ് എന്ന് ഉത്തരം പറയാം. റഷ്യക്കാരനായ ദിമിത്രി മെൻഡലീവ് ആണ് പീരിയോഡിക് ടേബിളിന്റെ പിതാവ്. എന്നാൽ ആധുനിക പീരിയോഡിക് ടേബിൾ, മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഹെൻറി മോസ്ലി ആണ്. ഹെൻറി മോസ്ലി ആണ് ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ ആധുനിക പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളുടെ എണ്ണം 118 ആണ്. എന്നാൽ മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളുടെ എണ്ണം 63 ആണ്. പീരിയോഡിക് ടേബിളിൽ നമ്മൾ സമഗ്രമായി കാലാകാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന രണ്ട് വാക്കുകളാണ് ഗ്രൂപ്പ്, പീരീഡ്. ഈ രണ്ട് വാക്കുകൾ കൊണ്ടുവന്നതും പീരിയോഡിക് ടേബിൾ എന്ന പദം കൊണ്ടുവരുന്നതും ഒക്കെ ദിമിത്രി മെൻഡലീവ് എന്ന പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന റഷ്യക്കാരനാണ്. എന്നാൽ ഹെൻറി മോസ്ലി എന്ന് പറയുന്ന വ്യക്തിയുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ അറ്റോമിക സംഖ്യയുടെ ആരോഹണ ക്രമത്തിലാണ് മൂലകങ്ങളെ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് നല്ലൊരു ക്ലാസ് നമ്മുടെ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ല ക്ലാസ്സുകളാണ്. കാണണം, പഠിക്കണം, ഇത്തവണ ജോലിയിൽ പ്രവേശിക്കണം.